അങ്ങനെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇത് വലിയൊരു അടിപൊളിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കുറേ ആളുകൾ അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി ഈ ടാസ്ക് ഉപയോഗിച്ചു, അത്രമാത്രം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഷാനവാസൊക്കെ അതിലോട് പറയാനുള്ളത്, മുഖത്ത് നോക്കി പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അനീഷ് വന്നിട്ട് ആരിനെ കുറിച്ച് പറഞ്ഞത് ഇനി ഒരു വലിയൊരു എസ്സേ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇടപെട്ടു. അങ്ങനെയൊക്കെ, അതായത് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു എന്നതാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനീഷിനെ അറിയില്ല ടാസ്ക് ആണെന്നുള്ളത്, ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്നുള്ളത് അറിയത്തില്ല. മറ്റേ ഷാനവാസിനെ അറിയാമല്ലോ. പക്ഷെ ഷാനവാസൊക്കെ വലിയൊരു രസം പോലെ ഷാനവാസിന് എന്താണ് അതിലെടുത്ത് പറയാനുള്ളത് അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് സീക്രട്ട് ടാസ്ക് ആണ്, നിന്നെ പഠിച്ചതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മുടെ സീസൺ 5 ഉണ്ടായിരുന്നല്ലോ ഒരു നമ്മുടെ ഷോഫയെ പറ്റിച്ചല്ലോ, അതുപോലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെന്ന് തോന്നിയത് നിങ്ങൾക്ക് പറയാം കേട്ടോ. പിന്നെ വലിയ അടിപൊളിയായിട്ട് ഷാനവാസ് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയും തോന്നിയില്ല. ഇത്രയും ചെറുതും സിമ്പിളുമായിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് രണ്ടാമത് വിളിച്ച് പറയേണ്ടിയും കൂടി വന്നു. എന്നിട്ടും മത്സരമൊന്നും ആയില്ല, എങ്ങനെയോ നടന്നങ്ങ് പോയി. ടാസ്ക് തീർന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഈ ടാസ്ക് കഴിഞ്ഞു, നമ്മുടെ ആദിലയും നൂറയൊക്കെ വന്ന് ഷാനവാസിനെ ഹഗ് ചെയ്യുന്നു. ആ സമയത്ത് വീണ്ടും പഴയ പല്ലവി, അതായത് അക്ബർ ശരിയല്ല, ആരും ശരിയല്ല എന്ന് പറഞ്ഞുള്ള പരിപാടി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഷാനവാസ്. എനിക്ക് അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സുഖവും തോന്നില്ല ഈ ടാസ്ക്. നമ്മളെ ഇപ്പം നമ്മുടെ ആരും ചെയ്തിട്ട് സീക്രട്ട് ടാസ്ക് അത് അടിപൊളിയായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അത് ആരും തൂക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, അടിപൊളിയാക്കി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ സൂപ്പർ ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെ എനിക്കൊരു ഫീലിംഗ് തോന്നിയില്ല. കാര്യം ഈ ഒരു ടാസ്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി പലരും ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടൊരു സുഖം എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ടാസ്ക് അടിപൊളിയായോ? സത്യത്തിൽ എനിക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ ശോഭയൊക്കെ കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ശോഭയോടത്തൊക്കെ അഖിൽമാരൊക്കെ എന്ത് രസമായിട്ടായിരുന്നില്ലേ, ഒരു കോമഡി ആയിട്ട് പറയും എന്ന രീതിയിൽ നാദിറയൊക്കെ അതുപോലൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതൊന്നും ഉണ്ടായില്ല സത്യത്തിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദിലേക്ക് പകരം അനുമോളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫണ്ണാക്കാൻ പറ്റുമെന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരും കൂടെ ശ്രമിക്കണമല്ലോ, കൂടെ ഒരാൾ മാത്രം പോരല്ലോ, കൂടെ നിൽക്കുന്നവരും കൂടെ ശ്രമിക്കണമല്ലോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ നോക്കിയപ്പോൾ എല്ലാവരും കൂടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്ന പോലെ എന്തൊക്കെയോ പറയുന്നു. അതൊരു ഫണ്ണാക്കാനോ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനോ ഒന്നും ആർക്കും ഇതില്ല. അവർക്ക് കിട്ടിയ അവസരം ഒരു മാക്സിമം അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് തീർത്തു.